السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما لي لا أعبد الذي فطرني وإليه ترجعون. صدق الله العظيم. പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് വജാമിൻ അഖ്സൽ മദീനത്തി റജുലുൻ, എന്നല്ല അതാണ് പറഞ്ഞത്. അന്താക്കിയ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ഒരാള് വന്നു. നാട്ടുകാരെ, ഈ വന്ന ആളുകൾ അള്ളാഹുവിന്റെ പ്രബോധകരാണ്, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. അവര് അധ്വാനിച്ച് നമ്മുടെ നാട്ടിലെത്തി പ്രബോധനം നടത്തുന്നതിന് ദുന്യാവിന്റെ ലാഭേച്ഛ പോലും കൊതിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, വിശ്വസിക്കണം എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. അയാളുടെ പേരെന്താന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഹബീബുൻ നജ്ജാറാണ് എന്ന് മുഫസ്സിരീങ്ങളിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. റജുലുൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. റജുലുൻ എന്ന് പറയാൻ കാരണം ഒരു ആൺകുട്ടി എന്ന് പറയലുണ്ടല്ലോ നമ്മള്. ആ അർത്ഥത്തിൽ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയോ, അയാളാണ് ആൺകുട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഇന്നലെ പറഞ്ഞത്, ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. പൈസ വാങ്ങാതെ വഅള് പറയുന്ന മൂല്യന്മാരാണ്, അതുകൊണ്ട് അവരെ ഉൾക്കൊള്ളണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് വമാലി അലാ അഅ്ബുദുല്ലദീ ഫത്തറനീ വഇലൈഹി തുർജഊൻ. വമാലി, എന്ത് ന്യായമാണ് എനിക്കുള്ളത്? അഅ്ബുദു, ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് എന്ത് ന്യായമാണ് എനിക്കുള്ളത്? ഫത്തറനി, എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതിരിക്കാൻ എന്ത് ന്യായമാണ് എനിക്കുള്ളത്? വമാലി അലാ അഅ്ബുദു, ഇബാദത്ത് ചെയ്യാൻ ഒരു ന്യായം എനിക്കില്ല. ഫത്തറനി, അവനാണ് എന്നെ സൃഷ്ടിച്ചത്. എന്നെ സൃഷ്ടിച്ച യഥാർത്ഥ റബ്ബിനെ ഇബാദത്ത് ചെയ്യാതിരിക്കാൻ എന്ത് ന്യായമാണ് എനിക്കുള്ളത്? അതുകൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സമില്ല. വഇലൈഹി തുർജഊൻ, ഓരോ വാക്കുകൾ ഒരുപാട് ചിന്തിക്കേണ്ടതാണ്. വഇലൈഹി, ആ അള്ളാഹുവിലേക്കാണ് തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. അവിടെ എന്നെന്ന് പറഞ്ഞില്ല. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ഇബാദത്ത് ചെയ്യാതിരിക്കാൻ എനിക്ക് ന്യായമില്ല. എന്നെ സൃഷ്ടിച്ച ഒരുത്തനെ ഇബാദത്ത് ചെയ്യാതിരിക്കാൻ എനിക്ക് ന്യായമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇബാദത്തിന് വേണ്ടി ഇറക്കിയതാണ് എന്നൊരു ബോധം ഇസ്ലാം സ്വീകരിച്ച ഉടനെ അദ്ദേഹത്തിന് ഉണ്ടായി. അത് പ്രത്യേകമായ ഒരു പഠനമില്ലാതെ തന്നെ ഏതൊരാൾക്കും വളരെ കൃത്യമായി മനസ്സിലാകുന്നതാണ്. ദുന്യാവിൽ വന്നത് വൃഥാവിലല്ല എന്ന് എല്ലാവർക്കും അറിയാം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പൊ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ, മുമ്പ് ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇനി കുറെ ആളുകൾ വരുമെങ്കിൽ, ഇതൊന്നും വെറുതെ അല്ല. വെറുതെ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഇവിടെ ഇല്ലാത്തൊരു വിഭാഗത്തെ പടച്ചു വിടൂല. അതിനൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. അത് അള്ളാഹനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യലാണ് എന്ന് അദ്ദേഹം പ്രാഥമികമായ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഷഹാദത്ത് കലിമ ചൊല്ലിയ ഉടനെ അദ്ദേഹത്തിന്റെ ബോധതലത്തിൽ ഉണരുകയാണ്, വെളിവാവുകയാണ്. അത് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ അല്ലാഹു തആല നിങ്ങളെ ഇബാദത്തിന് വേണ്ടി സൃഷ്ടിച്ചാണ് എന്നൊന്നും അദ്ദേഹം ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല. എന്നെ സൃഷ്ടിച്ച ഒരാൾക്ക് സുജൂദ് ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ സൃഷ്ടിച്ച ഒരാൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് എനിക്ക് തടസ്സമില്ല. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായാണുള്ളത്? വമാലി, അതിന്റെ അർത്ഥതലങ്ങളുടെ വിശദാംശത്തിൽ അതൊക്കെ പെടും. അതുകൊണ്ടാണ് വമാലി അലാ അഅ്ബുദു, എനിക്ക് ഇബാദത്ത് ചെയ്യാതിരിക്കാൻ ഒരു ന്യായവുമില്ല. ഫത്തറനി, അവനാണ് എന്നെ സൃഷ്ടിച്ചത്. ഇവിടെയുള്ള ഒരു ആൾദൈവങ്ങളും ഒരു പ്രതിഷ്ഠകളും ഒരു ചിത്രങ്ങളും ഒരു ചുവരുകളും ഒരു മകുടങ്ങളും ഒരു ഫോട്ടോസും ഒരു ബിംബങ്ങളും ഒന്നും ഒരാളെയും സൃഷ്ടിച്ചിട്ടില്ല എന്നത് എല്ലാവർക്കും ഉറപ്പാണ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവാണെന്ന് ക്രിസ്ത്യാനി പറയോ? ഒരിക്കലും പറയില്ല. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ഗുരുവായൂരപ്പനാന്ന് ആരെങ്കിലും പറയോ? ഒരിക്കലും പറയില്ല.
ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ്? ആ റബ്ബ്, അവനാണ് എന്നെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടാവിന് സുജൂദ് ചെയ്യാതിരിക്കാൻ എന്ത് ന്യായം എനിക്കുള്ളത്? എന്തൊരു അർത്ഥവത്തായ ന്യായാണ് പറഞ്ഞു കൊടുക്കുന്നത് അറിയോ? അദ്ദേഹം പ്രബോധനം സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം അയാള് ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഇസ്ലാം സ്വീകരിച്ചിട്ട് പ്രബോധനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിബുദ്ധിപരമായിട്ടുള്ള ന്യായങ്ങളാണ് മുന്നിലിടുന്നത്. ഒരു ന്യായം, ദുന്യാവിന്റെ ലാഭങ്ങളൊന്നും കൊതിക്കാതെ നമ്മളോട് ഉപദേശം നടത്തുന്ന ആൾക്കാർ പറഞ്ഞ ഞങ്ങൾ ശ്രദ്ധിക്കണ്ടേ, അവർക്ക് ദുന്യാവിന്റെ ലാഭങ്ങളില്ലല്ലോ. ഒരു ന്യായം. രണ്ടാമത്തെ ന്യായം, ഞാൻ എങ്ങനെ എനിക്ക് സൃഷ്ടിച്ച ഒരാൾക്ക് സുജൂദ് ചെയ്യാതിരിക്കാം? ഈ കല്ലുകളൊന്നും എന്നെ സൃഷ്ടിച്ചിട്ടില്ല. അദ്ദേഹം ബിംബം നിർമ്മിച്ചിരുന്ന ആളാണ്, ബിംബ നിർമ്മാതാവാണ്. ബിംബം നിർമ്മിച്ചിട്ട് അത് വിറ്റ് ഉപജീവന മാർഗം കണ്ടെത്തിയ ആളാണ് ഇപ്പൊ ഈ പ്രസംഗിക്കുന്നത്. ഷാത്തുകലി മല്യലോട് കൂടി തലച്ചോറാണ്ട് തുറന്നിട്ട്, യാ അല്ലാഹ്, വലിയൊരു പ്രകാശാണുള്ളത്. നൂറും കിതാബും മുബീൻ അല്ലേ ഖുർആൻ പറഞ്ഞത്? 100 ഇങ്ങോട്ട് വന്നാൽ രേഖകൾ മനസ്സിക്ക് കണ്ട് വരും. അതാണ് തലച്ചോറ് കൊണ്ട് തുറന്നിട്ട്. ഇൽമ് എന്ന് പറഞ്ഞതാണ് അൽ ഹിക്മത്തു ലാലത്തുൽ മുഅ്മിൻ. ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്, അതിൽ സുപ്രധാനമായ റിപ്പോർട്ടാണ് അൽ ഹിക്മത്തു ലാലത്തുൽ മുഅ്മിൻ. ഇൽമിന് അവിടെ ഹിക്മത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം എല്ലാവർക്കും അറിയാലോ, യുക്തിഭദ്രമായത്, ഗ്രാഹ്യ ശേഷിയുള്ളത്, ഏറ്റവും വലിയ തത്വജ്ഞാനം. അപ്പോ ഈ ഇൽമിന്റെ പ്രകാശം കയറിയ തലച്ചോറ് തുറന്നിട്ടു. അതുകൊണ്ടാണല്ലോ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളും ദർസും മദ്രസും ഒന്നില്ലാതെ ഭൗതിക പഠനത്തിന് വേണ്ടി മാത്രം സമയം കാണുന്ന മറ്റുള്ള കുട്ടികളും തമ്മിൽ നന്നായി പഠിച്ച് മത്സരിച്ചുകൊണ്ട് പരീക്ഷ എഴുതിയാൽ ദർസിൽ മുത്തഅല്ലിമീങ്ങൾക്കായിരിക്കും കൂടുതൽ മാർക്ക്. പിന്നെ ഏതെങ്കിലും ദർസിൽ മാർക്കില്ലെങ്കിൽ ആ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. ഒരാള് പള്ളി ദർസിലും ഇല്ല, മദ്രസ ഇല്ല, SLC പരിഗണിച്ചിട്ട് മദ്രസ ഒഴിവാക്കി. എന്നിട്ട് ആ കുട്ടി ഇരുന്നിട്ട് ഫുള്ളായിട്ട് പഠിച്ചിട്ട് തലേ കയറുന്നതിനേക്കാളും ഇൽമുള്ള കുട്ടി 10 മിനിറ്റ് ഇരുന്നാൽ തലേ കയറും. കാരണം ഇപ്പന്റെ തലച്ചോറ് തുറന്നിട്ടുണ്ടാവും, മറ്റവന്റെ തുറക്കാൻ കുറെ സമയമാവും. തലച്ചോറ് തുറക്കണമെങ്കിൽ ഇൽമിന്റെ പ്രകാശം അങ്ങോട്ട് കയറണം. തലച്ചോറ് പൂട്ടണമെങ്കിൽ ഇരുട്ട് കയറും വേണം. ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉസ്താദിന്റെ അടുത്ത് പോവാണ് പഠിക്കാൻ. എന്നും പോകുന്ന സമയത്തുള്ള പോലെ പോവാണ്. അന്ന് പോയിരുന്നപ്പോ മെമ്മറി പോയതുപോലെ, എന്നുള്ള പോലത്തെ ഒരു ഗ്രാഹ്യശേഷി ഇല്ല. പെട്ടെന്ന് മനപ്പാടാണില്ല, പെട്ടെന്ന് മനസ്സിലാണില്ല. അന്ന് അവരുടെ ഗുരു വക്കീ എന്ന മഹാനായിരുന്നു. അപ്പൊ ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഉസ്താദ്മാരോടല്ലേ പറഞ്ഞത്, അല്ലാതെ വേറെ എന്തെങ്കിലും ചേക്കാറില്ലല്ലോ ഉണ്ട്. അപ്പോ മഹാനവറുകള് ഉസ്താദിനോട് പറഞ്ഞു, ഇന്ന് മെമ്മറിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്നും കൊണ്ട് കയറി കിട്ടില്ല. അപ്പോ വക്കീ എന്ന മഹാൻ പറഞ്ഞു, അന്ന് ഞങ്ങള് വെത്തിലിട്ടോണ്ടിരുന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഒഴിഞ്ഞാങ്ങിട്ട് അടുപ്പിലിടണമെന്നല്ല പറഞ്ഞത്. ഈ കുട്ടിനോട് പറഞ്ഞു, മോനെ, തെറ്റുകൾ ചെയ്യരുത്. തെറ്റുകൾ ചെയ്താൽ മെമ്മറി പോവും. യാ അല്ലാഹ്, തെറ്റുകൾ ചെയ്താൽ മെമ്മറി പോവും. കാരണം ഇൽമ എന്നുള്ള അള്ളാന്റെ നൂറാണ്, തമ്മാടിക്ക് കിട്ടൂല. ആണ് അതൊരു പ്രകാശമാണ്. ഇത് കൊണ്ട് കയറിയാൽ തലച്ചോറാണ്ട് തുറന്നിട്ടും കൽബ് കൊണ്ട് വിശാലായി കിട്ടും. പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് കുറെ ഉണ്ടാക്കാൻ കഴിയും. ഇയാള് ഈ ഇൽമിന്റെ പ്രഖ്യാപനം നടത്തി മഹാന്മാരോട് സഹവസിച്ചു വന്ന കാരണത്താൽ അള്ളാഹ് കൽബിന്റെ ലോക്കാണ്ട് പൊട്ടിച്ച് തുറന്നു കൊടുത്ത് അയക്കാണ്ട് ഹിക്മത്ത് കയറ്റി കൊടുത്ത്. അതിലാണ് ഈ പ്രസംഗിക്കുന്നത്. വമാലി ലാഅബുദുല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ച ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായമുള്ളത്? അപ്പൊ 2-3 തത്വങ്ങൾ അതിൽ പറഞ്ഞു. ഞാൻ വന്നത് ഇബാദത്ത് ചെയ്യാനാണ്, അള്ളാഹ് എന്നോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ സ്വീകരിക്കൽ നിർബന്ധമാണ്, കാരണം അവനാണ് എന്നെ സൃഷ്ടിച്ചത്. 3 വഇലൈഹി തുർജഊൻ, അവിടെ ഒരു ഭീഷണിയും കൂടി ഉണ്ട്. അതാണ് വൈലൈഹി, അവനിലേക്കാണ് തുർജഊ, നിങ്ങൾ മടക്കപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇതുവരെ ഞാൻ എന്ന് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞു. കാരണം എന്താണ്? അതൊരു താക്കീതാണ്. ഇനി നിങ്ങൾ അള്ളാഹ് പറഞ്ഞ പോലെ ഇബാദത്ത് ചെയ്യാൻ നടക്കുകയാണെങ്കിൽ ഓന്റെ അടുത്തേക്ക് തന്നെയാണ് നിങ്ങൾ മടങ്ങിപ്പോയുള്ളത്. അവിടുന്ന് ഓൻ കൈകാര്യം ചെയ്യുന്നു, അവിടെ മര്യാദക്ക് ഇബാദത്ത് എടുത്തോളിന്ന അതിലും പറയുന്നത്. അത് അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, അത് ഇബാദത്തിൽ സജീവമാണ്.
ഇബാദത്തിൽ നിന്ന് മാറി നിന്നിട്ട് പരിഹസിക്കുന്നത് ആക്രമിക്കുന്നത് അവരാണ്. അപ്പൊ അവരോട് പറയാണ് വൈലൈ തുർജഊൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യാതെ മാറി ഒളിച്ച് പോയി കളഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവനിലേക്ക് നിങ്ങൾ മടങ്ങണത്. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യാതിരുന്നാൽ കുടുങ്ങും. അല്ല അപ്പൊ നിങ്ങളെ പോലെ ഇബാദത്ത് ചെയ്യാതെ രമിച്ച് രസിച്ച് കളിച്ച് സ്വയേച്ഛ പ്രകാരം ജീവിക്കാൻ എനിക്കും കഴിയും, ഇതൊക്കെ വലിച്ചേറിയ ആർക്കും കഴിയും. പക്ഷെ മടങ്ങണ അവിടേക്കാണ്, അവിടെ വെച്ച് കുടുങ്ങും. അദ്ദേഹത്തിനെ എങ്ങനെയാണ് നാട്ടുകാര് കൈകാര്യം ചെയ്തത് എന്ന് അടുത്ത വാക്യങ്ങളിലൂടെ പറയുന്നുണ്ട്. ഒറ്റ എത്ര സമയം എത്ര എനിക്ക് 5:30 ഒരു 5:40 പറയണം കേട്ടോ. എനിക്ക് രാവിലെ 10:30 മണിക്ക് കാസർഗോഡ് ജില്ലാ സദർ സംഗമത്തിൽ പ്രധാന വിഷയാവതരണുണ്ട്. അപ്പൊ 6 മണിന്റെ ശേഷം ട്രെയിൻ. അതിന് അടുത്ത ആയത്തും കൂടി പറയാം. ഇതിനെ ഒരുപാട് വിശദീകരിക്കാണ്ട് കേട്ടോ. ഈ ആയത്ത് നിങ്ങൾ ഓതുമ്പോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വരണം. وما لي لا أعبد الذي فطرني وإليه ترجعون. ഞാനെങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഉമ്മന്റെ ഗർഭാശയത്തിൽ എനിക്ക് കാലിന്റെ ആവശ്യമില്ല, എനിക്ക് കണ്ണിന്റെ ആവശ്യമില്ല, എനിക്ക് ചകിടിന്റെ ആവശ്യമില്ല, എനിക്ക് കൈയിന്റെ ആവശ്യമില്ല. കൈ വേണ്ടത് ദുനിയാവിൽ ഭൂമിയിൽ വന്നിട്ടാണ്, കാല് വേണ്ടത് ദുനിയാവിൽ ഭൂമിയിൽ വന്നിട്ടാണ്, കണ്ണ് വേണ്ടത് ഭൂമിയിൽ വന്നിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നാൽ വേണ്ട കണ്ണുകൾ നേരത്തെ ഫിറ്റ് ചെയ്തു തന്നത് ഫാത്തിറുസ് സമാവാതി വൽ അർളായ റബ്ബാണ് റബ്ബാണ്. അവിടെ തന്നെ ഒരു ചെറിയ വിശദീകരണോട് പറയാം, മറ്റുള്ള ആയത്ത് പിന്നെ പറയാം. ഇനി അതിന് മറ്റൊരു വിശദീകരണങ്ങളൂ. വമാലി ആഴ്ബുദ്, ഞാൻ എങ്ങനെ ആരാധിക്കാതെ മാറിക്ക. ഫത്തറനി, എന്റെ ഫിത്രത്ത് ആരാധനയാണ്. നേരത്തെ പറഞ്ഞ അങ്ങനെയല്ല, അവനാണ് എന്നെ സൃഷ്ടിച്ചത്. അപ്പൊ എന്റെ ഫിത്രത്ത് തന്നെ അല്ലാഹു തആല ആരാധനയാക്കിയിട്ടുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദ് അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി നബിയുനാ റസൂലുള്ളാഹി. ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന ആശയം വിശുദ്ധമാണ്. പിന്നെ ട്രാക്ക് മാറുന്നത് സാഹചര്യമാണ്. അത് ചിലപ്പം വാപ്പയായിരിക്കും, ചിലപ്പം ഉമ്മയായിരിക്കും, ചിലപ്പം ഗ്രഹാന്തരീക്ഷായിരിക്കും, ചിലപ്പം സഹവാസമായിരിക്കും, ചിലപ്പം സുഹൃത്തായിരിക്കും. കൂടെ കൂടിയത് ആരോ അവന്റെ മതമായിരിക്കും നമുക്കുണ്ടാകുക. അടിസ്ഥാന വിഷയം അല്ലയാണ്. ജനിക്കുന്ന സമയത്ത് ഒരു യുക്തിവാദി ഇല്ല, മരിച്ചു കഴിഞ്ഞാൽ ഒരു യുക്തിവാദി ഇല്ല. ജനിക്കുന്ന സമയത്ത് ഒരു അഹങ്കാരില്ല, മരിച്ചു കഴിഞ്ഞാൽ ഒരു അഹങ്കാരില്ല. ജനിക്കുന്ന സമയത്ത് കാഫറില്ല, മരിച്ചാലും കാഫറില്ല. ജനിക്കുന്ന സമയത്ത് തമ്മാടില്ല, മരിച്ചു കഴിഞ്ഞാലും തമ്മാടില്ല. ഇതൊക്കെ ഇടയിൽ വരുന്നതാണ്. ഇതൊക്കെ പള്ളിക്കാട്ടിൽ ഒറ്റ യുക്തിവാദികളില്ലല്ലോ. അതിന് ഒരാൾ പുറത്തു വന്നാല് നീ യുക്തിവാദിയാണെങ്കിൽ തന്നെ വന്നതിന് ശേഷം യുക്തിവാദം പറയില്ല, നേരെ പള്ളിയിൽ നിന്ന് കിബിലക്ക് നേരെ മുസലിട്ട് നിസ്കരിക്കുക. ഇത് ചെറിയ ഒരു യാത്രക്കിടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് അവിടെ തെക്കലീഫ് എന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആലമുൽ അർവായിൽ തെക്കലീഫില്ല, ആലമുൽ ബുത്തൂനിൽ തെക്കലീഫില്ല, അമ്മാന്റെ പള്ളിയിൽ തെക്കലീഫില്ല, ആലമുൽ ബർസഖിൽ തെക്കലീഫില്ല, ആലമുൽ ജസാ തെക്കലീഫില്ല. തെക്കലീഫ് ദുനിയാവാണ്. ദുനിയാവോ 70 വയസ്സ് ഒരാൾ ജീവിച്ചാൽ 25,564 ദിവസം കിട്ടുന്നത്. അതിൽ 80 ദിവസം ഉറങ്ങുക, 80 ദിവസം ലാതിരി, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടാ പോകണമെന്ന് അറിയാതെ വീട്ടിയസ് വടക്ക് തെക്ക് സർവീസ്, വേറൊന്നുമില്ല. പിന്നെ ഒരു 8000 ദിവസം ചിരി, കൊര, രമിക്കല്, രസിക്കല്, കളിക്കല്, ചിരിക്കല്, അശ്രദ്ധ. പിന്നെ ആകെ അള്ളാഹ്ക്ക് ഇബാദത്ത് എന്നുള്ളവർക്ക് എന്നേക്കുള്ള സ്വർഗത്തിന് കിട്ടുന്നത് കിട്ടിയാൽ 4000 ദിവസമാണ്. 4000 ദിവസം. ഈ ദിവസം പണിയെടുത്തിട്ട് വേണം എന്നേക്കുള്ള സ്വർഗം സ്വന്തമാക്കാൻ. അതും വേറെയുള്ള ബിംബങ്ങളുടെ കൂടെ, പ്രതിഷ്ഠകളുടെ കൂടെ, ആരാധ്യപാത്രങ്ങളുടെ കൂടെ, കാട്ടിക്കൂട്ടലുകളുടെ കൂടെ, വ്യാജ സിദ്ധന്മാരുടെ കൂടെ, വ്യാജ ത്വരീഖത്തുകളുടെ കൂടെ, ശരീഅത്ത് പൊളിക്കുന്ന അവസ്ഥയിലുള്ള ആധ്യാത്മികമായ അനുഭൂതി എന്ന് പറഞ്ഞിട്ട് ശൈത്താന്റെ ഇസ്തിറാജിന്റെ കൂടെ ഒക്കെ പോയാൽ പിന്നെ അവന്റെ പരലോകം പരാജയമാണ്, നാശമാണ്, അപകടമാണ്. ഫിത്രത്ത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഫിത്രത്ത് അല്ലാഹുവിനെ അറിയാനുള്ള ദാഹമാണ്, ഈമാൻ ഉൾക്കൊള്ളാനുള്ള ദാഹമാണ്. നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടത് ഭൂമിയുടെ ഉൽപ്പന്നങ്ങളെ കൊണ്ടാണ്, ഭൂമിയിൽ നിന്നാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. ഈ മണ്ണിന്റെ സത്തയിൽ നിന്നാണ് നാം മനുഷ്യനെ പടച്ചത്. അതിന് ക്ലോണിങ് വന്നാലും എന്ത്
കണ്ടുപിടുത്തങ്ങളും അത്ഭുതങ്ങൾ ഭൂമിയിൽ വന്നാലും ഈ തത്വത്തിൽ നിന്ന് ലോകത്തിന് മാറാൻ കഴിയില്ല. മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത്. ക്ലോണിങ്ങിലൂടെ കുട്ടികളെ ജീവനെ ഉണ്ടാക്കൽ അപകടമാണ്. ഇനി ഒരാളെ ഉണ്ടാക്കിയിട്ട് വെല്ലുവിളിക്കാണ്. നിങ്ങളെ ഖുർആനിലുള്ളത് മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നല്ലേ? ഞാൻ കോശത്തിനാണ് സൃഷ്ടിച്ചത്. മണ്ണിന്റെ സത്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുകയാണ്. എടുത്തത് എവിടുന്നാണ്? മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന്. മനുഷ്യന്റെ ശരീരം ഉണ്ടായത് എവിടുന്നാണ്? ശുക്ലത്തിൽ നിന്ന്. ശുക്ലം ഉണ്ടായത് എവിടുന്നാണ്? മജ്ജയിൽ നിന്ന്. മജ്ജ ഉണ്ടായത് എവിടുന്നാണ്? മാംസത്തിൽ നിന്ന്. മാംസം ഉണ്ടായത് എവിടുന്നാണ്? മേധസ്സിൽ നിന്ന്. മേധസ് ഉണ്ടായത് എവിടുന്നാണ്? രക്തത്തിൽ നിന്ന്. രക്തം ഉണ്ടായത് എവിടുന്നാണ്? കഴിച്ച ഭക്ഷണത്തിൽ നിന്ന്. കഴിച്ച ഭക്ഷണം എവിടുന്നാണ് ഉണ്ടായത്? മണ്ണിൽ നിന്ന്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. അനങ്ങാൻ കഴിയില്ല. ഇത് ഖുർആനാണ്. അനങ്ങാൻ കഴിയില്ല. ഇത് ഖുർആനാണ്. പക്ഷെ പഠിക്കണം എന്ന് മാത്രം. തല തുറന്നാൽ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അത് മണ്ണിന്നുണ്ടായതാണ് മനുഷ്യനൊക്കെ. മണ്ണൊക്കെ തന്നെ മടങ്ങാ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തുൻ നുഖ്റാ. വന്നോടത്തേക്ക് പോയി. ഇനി അവിടുന്ന് ഒരു പൊന്തലുണ്ട്. വഇലൈഹി തുർജഊൻ. അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. ഇത് അല്ലാഹ് എല്ലായിടത്തും പറയുന്നുണ്ട്. ഖുർആനിലെ ലാസ്റ്റ് ആയത്ത് ഏതാ അറിയങ്ങള്? അല്ലയോ അക്മൽതുലക്കും. അതല്ല. നോ 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 അതല്ല. പലരും അതായിട്ടാണ് പറയല്. അതല്ല. അത് നിയമങ്ങളുടെ ലാസ്റ്റ് പ്രഖ്യാപനമാണ്. പിന്നെ നിയമം ഇറങ്ങിയിട്ടില്ല. ഖുർആന്റെ ലാസ്റ്റ് ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. പിന്നെ ജിബ്രീൽ വഹിയായിട്ട് വന്നിട്ടില്ല. വത്തഖൂ, നിങ്ങൾ പേടിക്കണം, സൂക്ഷിക്കണം, ഗൗരവത്തിലെടുക്കണം. യൗമൻ, ഒരു ദിവസത്തെ. തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടും. ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസത്തെ കുറിച്ച് ഓർമ്മ വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആനിലെ അള്ളാഹു തആല ഒരായത്ത് ജിബ്രീൽ മുഖേന മുത്തനബിക്ക് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മരണം ഓർക്കണമെന്ന അതിശക്തമായിട്ടുള്ള പ്രഖ്യാപനമാണ്. ഇടക്കിടക്ക് അത് പറയുന്നുണ്ട്. ഇവിടെയും പറഞ്ഞു ഒമാലിയല അഅ്ബുദുല്ലദീ ഫത്തറനി വഇലൈഹി തുർജഊൻ. നീ അള്ളാഹു തആല പറഞ്ഞൊക്കെ ചെവി കൊള്ളാതെ നടക്കാന്ന് കൂട്ടുക, ഞാൻ രക്ഷപ്പെടുവോ? ഇല്ല. അങ്ങോട്ട് തന്നെ പോവാനുള്ളത്. ബാപ്പിയമ്മയും കളിച്ച് കുതിര കളിച്ചിട്ട് പറഞ്ഞേക്കാതെ പുറത്തേക്ക് തുള്ളി നടക്കുന്ന കുട്ടികളോട് വരും, മോളെ അങ്ങോട്ട് തന്നെ വരണേ. ആ ഇപ്പൊ പറയലുണ്ടോ? ഞങ്ങളോടൊക്കെ പറഞ്ഞത് പഴയ കാലത്ത്. ഇപ്പൊ പറയില്ല. കുട്ടികളെ പേടിയാ. കാരണം പറഞ്ഞാൽ കുട്ടികളെ പ്രതികരണം എങ്ങനെയാന്ന് പറയാൻ പറ്റൂല. ഓന്റെ ഹാല് ജദ്ബാണോ മറ്റോന്നും പറയാൻ പറ്റൂല. തൊള്ളയിൽ വലിയ പൊടിയുണ്ടോ മറ്റോന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് പറയാൻ പേടിയാണ്. ഇപ്പൊ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതൊരു വാപ്പ മോനോട് നിസ്കരിക്കാൻ പറയുമ്പോ ചെരുപ്പെടുത്ത് ഊരി അടിച്ചു പറഞ്ഞു, എന്റെ പണിയായിക്കോ പറഞ്ഞു. ആ രണ്ട് ചെറിയ പൈതമക്കൾ മദ്രസയ്ക്ക് കുറച്ച് നേരം വൈകി വന്നാണല്ലോ. അപ്പൊ സദർ ചോദിച്ചു, ഇതുവരെ എവിടെ ഇരുന്നത്? എന്റെ വാപ്പാനോട് ചോദിച്ചു. സദറിനോട്. ഞാൻ വാതിന് പോണ സ്ഥലത്തുള്ള അനുഭവങ്ങളാണ് ഇതൊക്കെ, പുറത്തുള്ള ഒന്നല്ല. അങ്ങനെ ഒരു വാക്ക് കുട്ടികൾ പറഞ്ഞ കാരണത്താൽ ആ നാട്ടിൽ ഒരു ഉത്ബോധനം നടത്താൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ സദർ 70 വയസ്സുള്ള സദറിനോട് പറയാ, എന്റെ വാപ്പാനോട് ചോദിച്ചു നോക്കുന്നു. കാരണം എന്താ? കൊറോണയ്ക്ക് ശേഷം ലോകം വേറെയാണ്. നമ്മൾ പറഞ്ഞു കൊടുത്തൊന്നല്ല കുട്ടികളുള്ളത്. പിന്നെ ചില ആളുകൾക്ക് ഉള്ളിൽ നല്ലൊരു പ്രകാശം കത്തിപ്പിടിച്ച് കിട്ടും. ഇങ്ങനത്തെ ഒക്കെ മജ്‌ലിസിൽ നിരന്തരം കൊടുന്നിരുത്തിയാൽ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബോധോദയം കിട്ടി അയമക്കൂടി കയറിയിട്ട് ട്രാക്കിക്ക് കയറും. കാരണം ഫിത്രത്ത് അവരെടുത്തുണ്ട്. മൂടൽ മഞ്ഞുകൊണ്ട് ഉള്ളിൽ കിടക്കാണ്. ആ മഞ്ഞാണ്ട് തട്ടി കുടഞ്ഞാൽ ഫിത്രത്തിനെയും വരും. ഫത്തറനീ, ഫിത്രത്ത് അത് അള്ളാഹുവാണ്. അത് ഏതൊരു മനുഷ്യനിലുമുണ്ട്. ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഒരു യുക്തിവാദി വന്നു, അള്ളാഹ് ഉണ്ട് എന്ന് തെളിവുണ്ടോന്ന് വെച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചു. അപ്പൊ അന്ന് ഈ പായക്കപ്പലിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന കാലം. നാപ്പനായ പറയണേ എങ്ങനെ മിനിറ്റ്. അപ്പൊ മൂപ്പര് നല്ല നാസ്ത കൊടുന്ന് വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് വേണം പോകാൻ. അറിയണില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയാം. ഇന്ന് സമയം കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, കൂടിയിട്ടല്ലേ ഉള്ളൂ. മൂപ്പര് രാവിലെ കാസർഗോഡ് കണ്ട് പോകും. ഞങ്ങൾ ക്ലാസ് എടുക്കില്ല എന്ന് പറയരുത്, അതാ അന്ന് സമയം കൂട്ടിയത്. എന്റെ ടിക്കറ്റ് എപ്പോഴാന്ന് നിങ്ങള്? എന്റെ ടിക്കറ്റ് വെള്ളല്ല, 2500 ഉസ്താമാർക്കുള്ള ക്ലാസ്സാണ്. അതന്നെ സദറുമാര് മാത്രം. ജില്ലയിലെ എല്ലാ സദറുമാരും ഖത്തീമാരും വരുന്നു, ഓൽക്കുള്ള ക്ലാസ്സാണ്. അപ്പൊ അതിന് നമ്മളെ തെരഞ്ഞെടുത്ത അഭിമാനല്ലേ. എന്താണ് അവിടെ പറയേണ്ടതെന്ന് ഇപ്പം വരെ ചിന്തിച്ചിട്ടില്ല. അത് അള്ളാഹ് കണ്ട് ഇട്ട് തരും. നിങ്ങൾ ദ്വാരക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോ എന്റെ ഞാൻ പറഞ്ഞേ, ബാക്കി നാളെ പറയാം ഇൻഷാ അല്ലാഹ്. എന്തേ നമ്മള് പറഞ്ഞു നിർത്തിയ എന്താണ്? അതുകൊണ്ട് പറയാം. ജഫർ സാദിഖ് എടുത്ത ഒരാൾ വന്നു. അപ്പൊ ഈ പായക്കപ്പള്ളി യാത്ര പോകുന്ന കാലം
അപ്പൊ അയാളോട് വെച്ചു, കൂടുതൽ അപകടം ഉണ്ടാകുന്ന കാലമാണ്, നിങ്ങൾ ഈ പായക്കപ്പൽ യാത്രയിൽ എപ്പോഴെങ്കിലും അപകടത്തെ വിട്ടുകണോ വെച്ചു. ആ പെട്ടുകണ്. പായക്കപ്പലൊക്കെ പൊളിഞ്ഞ് ഒരു പലക കിട്ടി അയിമൊന്നും പിടുത്തപ്പെട്ട് ഞാനിങ്ങനെ വെള്ളത്തിൽ അടിയിൽ പോയി മരിക്കുന്നു കരുതി എന്ന് പറഞ്ഞു. അപ്പൊ ജാഫർ സാദിഖ് പറഞ്ഞു, എന്നാലും നിങ്ങൾക്ക് രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നോ? സത്യം പറയണം, അതുണ്ടായിരുന്നു. അതെങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുക? ഭൗതികമായി രക്ഷപ്പെടാനുള്ള സകല മാധ്യമങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും അറ്റുപോയി. കാരണം നിങ്ങൾ വെള്ളത്തിന്റെ അടിയിലുള്ളത്. പിന്നെ നിങ്ങൾ എന്നാലും ഞാൻ രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷ, അത് ഏത് ശക്തിയിലാണ് കൊളുത്തിയത്? ആ ശക്തിയാണ് അല്ലാഹ്. അതാണ് ഫിത്രത്ത്. ആയിക്കോട്ടെ, അതാണ് ഫിത്രത്ത്, അതാണ് ഫിത്രത്ത്. ആ ഫത്തറനി, ആ ഫിത്രത്തിലാണ് എല്ലാവരും. ഇത് കേട്ടപ്പോൾ ആളാണ് കരഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക്ക് രണ്ടാമത് തിരിച്ചു വന്നു എന്നാണ്. അപ്പൊ ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ ഫിത്രത്തുണ്ട്, യുക്തിവാദിക്കുണ്ടാവും. ആ ഫിത്രത്തിലേക്ക് ബോധം കയറ്റിയിട്ട് പ്രകാശം കയറ്റിയിട്ട് അടിസ്ഥാന വിശുദ്ധിയിലേക്ക് മടങ്ങണം. അതിനിടക്ക് വന്ന പിഴവുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. അതിന് ഖുർആൻ സഹായകമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പറഞ്ഞും കേട്ടു നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു നിന്നിലേക്കുള്ള യാത്രയിലേക്ക് ഇതൊക്കെ വഴിവിളക്കുകളാക്കി തരണേ അല്ലാഹ്. നിന്നിലേക്ക് അടുക്കുന്ന അക്ഷരങ്ങൾ പറയാനും കേൾക്കാനും അതിന്റെ പ്രകാശം ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആന്റെ ഉള്ളിലേക്ക് ഞങ്ങളുടെ ഹൃദയം തുറന്നു തരണേ അല്ലാഹ്. ഖുർആൻ കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഖബറുകൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ദുനിയാവിൽ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അസഹ്യമായ പരീക്ഷണങ്ങളിൽ നിന്നും വേദനാജനകമായ പ്രതിസന്ധികളിൽ നിന്നും കാക്കണേ അല്ലാഹ്. ദുരിതങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ക്യാൻസർ, അറ്റാക്ക്, സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങളൊന്നും തരില്ലേ അല്ലാഹ്. തളർത്തിക്കിടത്തല്ലേ അല്ലാഹ്. ഇണകളെ വിധവകളാക്കല്ല അല്ലാഹ്. മക്കളെ അനാഥകളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ പ്രതീക്ഷിച്ചവരെ നിരാശരാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞാൻ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഐബുകൾ മറക്കണേ അല്ലാഹ്. ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്. കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. സമ്പത്ത് സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولمن ماتوا منا لمن دفنوا حوالينا ربنا تقبل منا إنك أنت السميع العليم اللهم اغفر للحجاج وللعمال ولمن استغفروا لهم ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. ഇവിടെ ദ്വാരനാളെ ഉത്തരം ഞാൻ അനുഭവിക്കുന്നുട്ടോ. കാരണം എനിക്കിങ്ങനെ വയല് എന്നാ രാത്രിയിലുണ്ടാവും. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ദ്വാരന്നിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല. ആലിമ്യങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരങ്ങളും കിട്ടണം. അതിന്റെ ശേഷം എനിക്ക് കിട്ടുന്ന അവസരങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടും. ഇന്നിപ്പോ കാസർഗോഡ് ജില്ലയിലെ ആലിമ്യങ്ങൾക്കുള്ള ക്ലാസ്സാണ്. ചുരുങ്ങിയത് 2000 സദർമാരുണ്ടാവും. നാളെ കണ്ണൂർ ജില്ലയിലെ ആലിമ്യങ്ങൾക്കുള്ള ക്ലാസ്സാണ്. ഇതൊക്കെ ഈ മജ്‌ലിസിലുള്ള ദുആയാണ്. ആലിമ്യങ്ങൾക്ക് ക്ലാസ് കിടുമ്പോൾ ഒരു സുഖമുണ്ട്. എന്താ പറയുക, കുറച്ച് ആഴത്തിൽ പറയാൻ കഴിയും. കാരണം അവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മളെടുത്ത് വല്ല വീഴ്ച വന്നാൽ തിരുത്തി തരാനും പറ്റും. അതാണ് ആ സുഖം. അതാണ്, അല്ലാതെ ഇപ്പൊ ഇൽമുണ്ടായിട്ടല്ല. അപ്പൊ ഞാൻ പറയുന്നത് മജ്‌ലിസിലുള്ള ദുആ അതൊരു തടസ്സമില്ലാതെ അല്ലാഹ് കബൂലാക്കും. അല്ലാഹ് നമ്മളെല്ലാ ദുആയും സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.